കിഷ്കിന്ദ കാണ്ഡം, എ ഡിഞ്ചിത് അയ്യത്താൻ പടം. അപ്പൊ ഇതിന്റെ പടത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റർ, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് എഴുതിയ ബാഹുൽ രമേശാണ്. കാരണം ആ പേര് എന്തുകൊണ്ട് എടുത്ത് പറയുന്നത് നിങ്ങൾ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പടം എങ്ങനെയുണ്ടെന്ന് അറിയുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഇതിലുള്ള എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയണം. ആസിഫ് അലി ആയാലും വിജയരാഘവനായാലും ഒരു രക്ഷയില്ലാത്ത അന്യായ പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ്. ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലോ പേസിൽ പോകുന്ന ഒരു പടമാണ്. പക്ഷെ നമുക്ക് ഒട്ടും ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം ഫീൽ ചെയ്യത്തില്ല. ഒരു ത്രൂ ഔട്ട് സീറ്റ് എഡ്ജ് ത്രില്ലിങ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു പടം, അതുപോലത്തെ സ്ക്രീൻ പ്ലേ. ഞാൻ പടം തുടങ്ങുന്നത് മുതൽ ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢത ഇങ്ങനെ കീപ്പ് ചെയ്ത് നമ്മൾ അതിലിങ്ങനെ പിടിച്ചു നിർത്തി അടുത്ത എന്താവും നമുക്കിങ്ങനെ ആകാംക്ഷ തന്ന് നമ്മള് ഒന്നും പ്രെഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പടം ഇങ്ങനെ കൊണ്ടുപോകും. അതുപോലത്തെ ഒരു അടിപൊളി ഇന്റർവൽ ബ്ലോക്കിൽ പടം നിർത്തും. പിന്നെ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് വരെ പിന്നെ ഒന്നും പറഞ്ഞ അടിപൊളി പടമായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളിത് കണ്ട് തന്നെ മനസ്സിലാക്കി എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. നിങ്ങൾ കണ്ട് തിയേറ്ററിൽ പോയി കണ്ട് മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ പടത്തിന്റെ റേഞ്ച് എന്ന്. മലയാളത്തിന്റെ മറ്റൊരു ദൃശ്യമാണ് ഇപ്പൊ. അടിപൊളി പടം.